Good morning, children. Let's start new lesson, editing text in Writer. Page number 38, lesson 4, editing text in Writer. All of you take the page number 38. Friends, you have already studied about opening a Writer document and typing text in it. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ച സംഗതികളാണ്. You can save it and print it as well. എങ്ങനെയാണ് സേവ് ചെയ്യുക, എങ്ങനെ പ്രിൻറ്റ് ചെയ്യുകയാണ്. What if you need to make changes in a document? ഇനി ഡോക്യുമെൻറ്റിലുള്ള ചേഞ്ചസ് എങ്ങനെ വരുത്താം? Well, this is what you will learn in this chapter. ഈ ചാപ്റ്ററിൽ നിങ്ങൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. LibreOffice എന്ന വേർഡ് പ്രോസസ്. LibreOffice Writer allows you to make changes in a document easily. നമുക്ക് വളരെ എളുപ്പമായിട്ട് LibreOffice ത്രൂ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, മേക്കിംഗ് ചേഞ്ചസ് ടു ദ ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് എഡിറ്റിംഗ്. അണ്ടർലൈൻ ദി സെൻറ്റൻസ്. വാട്ട് ഈസ് എഡിറ്റിംഗ് എന്നുള്ളതിൻ്റെ ആൻസറാണത്. മേക്കിംഗ് ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ടു ടെക്സ്റ്റ് ദ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് എഡിറ്റിംഗ്. അതിനെയാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയാം. അണ്ടർസ്റ്റാൻഡ്? അണ്ടർലൈൻ ദ സെൻറ്റൻസ്. Making changes to the text in a document called editing. What is editing? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതുക. വാട്ട് ഈസ് എഡിറ്റിംഗ്, അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ആൻസർ എഴുതിയിട്ട് വായിച്ചു പഠിക്കാം. യു നീഡ് ടു സെലക്ട് ദ ടെക്സ്റ്റ് ബിഫോർ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ഇറ്റ്. താഴെ കൊടുക്കുന്നുണ്ട് സെലക്ടിങ് ടെക്സ്റ്റ്. ഇതെല്ലാം പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. You can select text with a mouse or a keyboard. The selected text is highlighted as shown in figure 401. താഴെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൻ്റെ മുകളിൽ പ്രിൻസ് ഓർ LibreOffice Writer അതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഓരോ സംഗതികളും എന്താ ചെയ്യണമെന്ന് കാണാം. നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വാച്ച് ചെയ്യാം. സെലക്ടിങ് ടെക്സ്റ്റ് വിത്ത് എ മൗസ്. ഇനി മൗസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ടെക്സ്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് നോക്കാം. യു ക്യാൻ സെലക്ട് എ വേർഡ്, എ സെൻറ്റൻസ്, എ പാരഗ്രാഫ് ഓർ എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ബൈ ഡ്രാഗിങ് ദ മൗസ് പോയിൻ്റർ ഓവർ ഇറ്റ്. നമ്മൾ മൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന വേർഡാണോ, സെൻറ്റൻസ് ആണോ, പാരഗ്രാഫ് ആണോ, ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ആണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. യു ക്യാൻ ഓൾസോ സെലക്ട് ടെക്സ്റ്റ് ബൈ ജസ്റ്റ് ക്ലിക്കിംഗ് ഓൺ ഇറ്റ് ആസ് ഗിവൺ ഇൻ ടേബിൾ 4.1. എങ്ങനെയാണത്? വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ടേബിൾ 4.1 നോക്കിയിട്ട്. അപ്പോൾ ടേബിൾ 4.1 സെലക്ടിങ് ടെക്സ്റ്റ് വിത്ത് എ മൗസ്. ടു സെലക്ട് എന്നുള്ളത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൗസ് ആക്ഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മൗസ് ആക്ഷനും കൊടുത്തിട്ടുണ്ട്. എ വേർഡ്, നമുക്കൊരു വേർഡാണ് ചെയ്യേണ്ടത്. എ വേർഡ് എന്താ ചെയ്യേണ്ടത്? മൗസ് ആക്ഷൻ എന്താണ്? ഡബിൾ ക്ലിക്ക് എനിവേർ ഓൺ ദ വേർഡ്. നമ്മൾ വേർഡ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എ വേർഡ്, മൗസ് ആക്ഷൻ, ഡബിൾ ക്ലിക്ക്. ടു സെലക്ട് നമ്മൾ എ വേർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എ വേർഡ്, മൗസ് ആക്ഷൻ, ഡബിൾ ക്ലിക്ക്. എ സെൻറ്റൻസ്, മൗസ് ആക്ഷൻ എന്താണ്? എനിവേർ ഓൺ ദ സെൻറ്റൻസ്, ട്രിപ്പിൾ ക്ലിക്ക്. 3 പ്രാവശ്യം. ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം. എ സെൻറ്റൻസ്, എനിവേർ ഓൺ ദ സെൻറ്റൻസ്, ട്രിപ്പിൾ ക്ലിക്ക്. എ പാരഗ്രാഫ്, എനിവേർ ഇൻ ദ പാരഗ്രാഫ്. നമുക്ക് ചേഞ്ച് വരുത്തേണ്ട പാരഗ്രാഫ് എവിടെയാണെങ്കിൽ സാരമില്ല. ക്ലിക്ക് 4 times, 4 times മൗസ് ആക്ഷൻ, 4 times, 4 പ്രാവശ്യം മൗസ് ഇങ്ങനെ പിടിച്ചാൽ 1 2 3 4. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് വൺ, എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. ക്ലിക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടെക്സ്റ്റ് വിത്തൗട്ട് റിലീസിങ്. പ്രസ് ഷിഫ്റ്റ് ആൻഡ് ക്ലിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. നമ്മൾ റിലീസ് ചെയ്യാതെ തന്നെ ഷിഫ്റ്റ് കീ അമർത്തിയിട്ട് ബ്ലോക്ക് ഓഫ് ദ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അണ്ടർസ്റ്റാൻഡ്? ടെക്സ്റ്റ് ഒന്ന് ആ ടേബിള് നന്നായിട്ട് വായിക്കുക. ആ ടേബിൾ അതേപോലെ ഒന്ന് വരച്ച് നോട്ടിലേക്ക് എഴുതാം. എ വേർഡ്, ഡബിൾ ക്ലിക്ക് എനിവേർ ഓൺ ദ വേർഡ്. എ സെൻറ്റൻസ്, ട്രിപ്പിൾ ക്ലിക്ക് എനിവേർ ഓൺ ദ സെൻറ്റൻസ്. എ പാരഗ്രാഫ്, ക്ലിക്ക് 4 times എനിവേർ ഇൻ ദ പാരഗ്രാഫ്. എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്, ക്ലിക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടെക്സ്റ്റ്. നെക്സ്റ്റ്, സെലക്ടിങ് ടെക്സ്റ്റ് വിത്ത് എ കീബോർഡ്. ഇനി കീബോർഡിൽ എങ്ങനെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം? Place the cursor within the text. Use the keyboard to make different selection as shown in table 4.2. Page number 39 2 tables ഒന്ന് നോട്ടിലേക്ക് എഴുതി പഠിക്കാം.
ടേബിൾ 4.2 സെലക്ടിങ് ടെക്സ്റ്റ് വിത്ത് എ കീബോർഡ്. കീബോർഡ് ഒന്ന് നോക്കിക്കേ. ടു സെലക്ട് എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? പ്രസ് ദീസ് കീസ്. കീസ് ഏതാണ് പ്രസ് ചെയ്യേണ്ടത്? കീസ് ആക്ഷനാണ് ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. വൺ ക്യാരക്ടർ ടു ദ റൈറ്റ് ഓഫ് ദ കഴ്സർ. അവിടെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ഏരോ. ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ഏരോ. ഷിഫ്റ്റ് അമർത്താൻ അറിയാം. റൈറ്റ് ഏരോ. വൺ ക്യാരക്ടർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ. ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ഏരോ. ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ പറയുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് ഓഫ് ദ കഴ്സർ പറയുമ്പോൾ റൈറ്റ് സൈഡും അമർത്താം. ഷിഫ്റ്റ് അമർത്തേം വേണം. ടെക്സ്റ്റിൽ വൺ ലൈൻ അപ്പ്. ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ. മുകളിലേക്കുള്ള ഷിഫ്റ്റ് അമർത്താം. അപ്പിലുള്ള ഏരോ അമർത്താം. ടെക്സ്റ്റിൽ വൺ ലൈൻ ഡൗൺ. ഡൗൺ പറഞ്ഞാൽ താഴെ. അപ്പോഴോ ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ഏരോ. ടെക്സ്റ്റിൽ ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ. ഷിഫ്റ്റ് പ്ലസ് ഹോം. ബിഗിനിങ് ചെയ്യുന്നത് ഹോം ആണ്. ടെക്സ്റ്റിൽ ദ എൻഡ് ഓഫ് ദ ലൈൻ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു എൻഡ് ഓഫ് ദ ലൈൻ എന്താ? ഷിഫ്റ്റ് പ്ലസ് എൻഡ്. ടെക്സ്റ്റിൽ ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ്. ഇപ്പം എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഹോം. ടിൽ ദ എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ് എന്താ ചെയ്യേണ്ടത്? ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് എൻഡ്. ദ എൻറ്റയർ ഡോക്യുമെന്റ് കൺട്രോൾ പ്ലസ് എ. അപ്പോൾ ഒന്ന് തറോ റീഡ് ചെയ്യുക. അത് നോട്ടിലേക്ക് എഴുതാം. വൺ ക്യാരക്ടർ ദ റൈറ്റ് ഓഫ് ദ കഴ്സർ. റൈറ്റ് ഓഫ് ദ കഴ്സർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ഏരോ. ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ഏരോ. വൺ ലൈൻ അപ്പ് ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് അപ്പ് ഏരോ. വൺ ലൈൻ ഡൗൺ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ഏരോ. ബിഗിനിങ് ഓഫ് ദ ലൈൻ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഹോം. എൻഡ് ഓഫ് ദ ലൈൻ ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ആൻഡ്. ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ് ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഹോം. എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ് ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് എൻഡ്. എൻറ്റയർ ഡോക്യുമെന്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് എ. അപ്പോൾ 4.1 ആൻഡ് 4.2 ടേബിൾ ഒന്ന് ടെക്സ്റ്റ് നോക്കി നോട്ടിലേക്ക് വ്യക്തമായിട്ട് എഴുതാം. അത് തറോ റീഡ് ചെയ്യാം. എഡിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ റൈറ്റർ എന്നുള്ള ടെക്സ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.